ഞാനിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കുറുമ്പനാടം സെന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിലാണ്. വിശുദ്ധ അന്തോനീസിന്റെ തിരുനാളിൽ ഈ ദേവാലയത്തിലെ അന്തോനിമാര് ഇവിടെ ഒന്നു ചേരുകയാണ്. പ്രാർത്ഥിച്ചും പങ്കുവെച്ചും അവർ പരസ്പര സ്നേഹത്തിൽ ഈ കൂട്ടായ്മയിൽ മുന്നോട്ട് പോവുകയാണ്. ഈ സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ അന്തോനിമാർക്ക് പറയാനുള്ളത്. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധനായ അന്തോനീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ജൂബിലി വർഷത്തിൽ നമ്മുടെ ഇടവക വിശുദ്ധനായ അന്തോനീസിൻ്റെ മാധ്യസ്ഥത്തിലുള്ള പ്രത്യേകമായിട്ട് പ്രതിഷ്ഠിതമായിരിക്കുന്ന നമ്മുടെ ഈ ഇടവകയിൽ വെച്ച് ഈ തിരുനാൾ ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട്, ഈ ഓർമ്മ തിരുനാളിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇടവകയിലെ അന്തോനീസ് നാമധാരികളുടെ പ്രതിനിധികളായിട്ടുള്ള നാം എല്ലാം ഇവിടെ ഒന്ന് ഒത്തുചേർന്നിരിക്കുകയാണ്. അന്തോനീസ് നാമധാരിയാണ്. അന്തോനീസ് പുണ്യാളന്റെ ജീവിത മാതൃക ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഈ പള്ളിയിൽ മാമൂസ മുങ്ങി ഇതുവരെ ഈ പുണ്യാളന്റെ കീഴിൽ വളരെ സന്തോഷത്തോടെ ജീവിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും അന്തോനീസിനോട് ദിവസം പ്രാർത്ഥിക്കും. ആ പാവങ്ങളോട് വളരെ കരുണ ഉണ്ടായിരുന്ന അന്തോനീസ് പുണ്യാളൻ്റെ ആ മാതൃക ഞാൻ സ്വീകരിക്കാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെയാണെങ്കിൽ എൻ്റെ 10 വർഷം കഴിഞ്ഞ് എനിക്ക് വിവാഹം കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞാണ് എനിക്ക് കുട്ടിയുണ്ടായത്. അന്തോനീസ് പുണ്യാളൻ്റെ പ്രത്യേക നിയമം പ്രകാരമാണ്. അനുഗ്രഹങ്ങളെ എനിക്ക് തന്നിട്ടുള്ളൂ അന്തോനീസ്. പുള്ളിക്കാരത്തിയുടെ മിന്ന് കൊച്ചിൻ്റെ കൈ തട്ടി താഴെ പോയി. മിന്ന് കൈ കാണിച്ചു തരണമെന്ന് കിട്ടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. ആ മിന്ന് എനിക്ക് കിട്ടി. പള്ളി വന്നാലും പുള്ളിയുടെ അരികിൽ ഇരിക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു തീട്ടയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ വീട്ടിൽ 2 പേര് നോക്കുന്ന, ഒന്ന് അച്ഛനും ഒന്ന് ഞാനും. ജീവിതത്തിലും നമ്മുടെ ഈ സമൂഹത്തിലും ഒക്കെ ഒത്തിരി അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പേരാണ് ആൻ്റണി എന്ന നാമം. എല്ലാ ആവശ്യങ്ങളും അന്തോനീസ് സാധിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞ് ജോലിക്ക് പോയി കഴിഞ്ഞ് വെളിയിലായിരിക്കുമ്പോഴും സെൻറ്റ് ആൻ്റണിയുടെ പള്ളിയിലാണ് എനിക്ക് പോകാൻ. അത് ഒരു പുണ്യാളൻ്റെ പ്രത്യേക അനുഗ്രഹം ഞങ്ങൾക്ക് കുടുംബത്തിനുണ്ടെന്നുള്ള. എല്ലാ പെരുന്നാളിലും കുംസാരിച്ച് കുർബാനയും കൈക്കൊണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈയിടെ ആലപ്പുഴ വരെ പോയിട്ട് വീട്ടിൽ വന്നപ്പോൾ എൻ്റെ പേഴ്സ് കാണുന്നില്ല. പോലീസിൽ കൊണ്ട് കംപ്ലയിൻറ്റ് ചെയ്ത് എൻ്റെ അക്നോളജ്മെൻ്റ് ആയത്. അപ്പോൾ എൻ്റെ മോന് ദുബൈയിലുണ്ട്, 2 പേരും ഇവിടെ ഉണ്ട്. അപ്പോൾ അവന് അവിടെ പാതുവായിലും പോയി പാത്തിമായിലും പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ എൻ്റെ പേഴ്സെല്ലാം കാണാൻ പോയെന്ന് പറഞ്ഞപ്പോൾ വൈകുന്നേരമായപ്പം വന്ന് 2 ദിവസമായി. ഡാഡി, ഞാനൊരു കാര്യം മറന്നുപോയി, ഡാഡിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നാണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, ഞാൻ പാതുവായി പോയപ്പോൾ ഞാൻ പള്ളിയിലിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രായമുള്ള അമ്മ വന്ന് എൻ്റെക്ക് ഇതൊന്ന് ചോദിച്ചു, പേരെന്താണെന്ന് ചോദിച്ചു. പറഞ്ഞു ടോമാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ പറഞ്ഞു, ഫാദറിൻ്റെ പേരൊന്നും ചോദിച്ചില്ല. അവിടെ പുറത്ത് രൂപങ്ങൾ കിട്ടുന്നുണ്ട്. ഒരു രൂപം സെൻറ്റ് ആൻ്റണീസിൻ്റെ ഒരു രൂപം മേടിച്ച് പപ്പായ്ക്ക് മേടിച്ച് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പം ഡാഡി ഉടനെ മോൻ പറഞ്ഞു അവൻ്റെ പേര് ടോം. അവൻ പറഞ്ഞു എൻ്റെ പപ്പയുടെ പേര് ആൻ്റണി എന്നാണ്. അതൊക്കെ എനിക്കറിയാവുന്ന. അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് ഈ ഗിഫ്റ്റ് അന്ന് നൈറ്റിൽ എൻ്റെ തന്നു. ഞാൻ എൻ്റെ കൊണ്ടുപോയ ബാഗ് ഒരു 10 പ്രാവശ്യം മറിച്ചും തിരിച്ചും എല്ലാം ഇട്ട് നോക്കിയിട്ടുണ്ട്. ഈ ഗിഫ്റ്റ് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ രാവിലെ നോക്കിയപ്പം ഇതിനകത്ത് എൻ്റെ പേഴ്സ് ഇരിക്കുന്നു. ഷോക്കായിപ്പോയി.